സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഒക്കെ ജീവിതത്തിൽ പലപ്പോഴും പല സന്ദർഭങ്ങളും നാം പകച്ചു നിന്ന് പോകുന്നതാണ് ഒരു പ്രശ്നം വരുമ്പോൾ. അപ്പോൾ ജീവിതത്തിൽ ചില അത്താണികൾ ആവശ്യമാണ്. ഈ അത്താണികളാണ് പലപ്പോഴും നമ്മളെ ജീവിതം പലപ്പോഴും പല സന്ദർഭങ്ങളും വളരെ ഒരു കാര്യമായ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്കൊരു താങ്ങായി വർത്തിക്കുക. ജീവിതത്തിലെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്താണിയാണ് ദൈവം. മറ്റ് ഒരു മാർഗവും കാണാതെ വരുമ്പോൾ ദൈവത്തെ അത്താണിയായി കാണുക, അതാണ് നമ്മോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. തവക്കൽതു അലല്ലാഹ്, എല്ലാം ദൈവത്തിൽ അർപ്പിക്കുക. ദൈവത്തിൽ പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ട് ദൈവം നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹാരം കാണും. ഏത് സമയവും നമ്മുടെ കൂടെ സർവശക്തനുണ്ട് എന്നുള്ള ആ ഒരു ചിന്തയുണ്ടായി കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൻ്റെ പകുതി ഭാരങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. മനുഷ്യ സഹജമായിട്ടുള്ള ഒരുപാട് വീഴ്ചകളിലും പലപ്പോഴും നമ്മളുടെ നിയന്ത്രണത്തിലല്ലാതെ അല്ലെങ്കിൽ മറ്റുള്ളവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ പെടുമ്പോൾ നാമൊക്കെ പകച്ചു നിന്നു പോകും. അപ്പോഴൊക്കെ ഈ ഒരു അത്താണി നമ്മളുടെ മുമ്പിലുണ്ടെങ്കിൽ അതാണ് നമുക്ക് മനസ്സിന് ആരോഗ്യം നൽകുന്നത്. ഈ ഒരു വിശ്വാസം അതെത്ര കൂടുതൽ ഉണ്ടോ അത്രയും നമുക്ക് ശക്തി കിട്ടും. കാരണം ഹീസ് ദെയർ, നമ്മുടെ കൂടെ നടക്കുന്നു, നമ്മളുടെ മുമ്പിൽ നടക്കുന്നു, നമുക്ക് താങ്ങായിക്കൊണ്ട് നിൽക്കുന്നു എന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് ഉണ്ടായാൽ തന്നെ അതോടുകൂടി എല്ലാ ധൈര്യവും കിട്ടും. റമളാൻ മാസത്തിൽ ഇത് കൂടുതൽ ശക്തമായിട്ട് മനസ്സിലുറപ്പിക്കുവാൻ പറ്റിയൊരു മാസമാണ്. കാരണം സർവശക്തനുമായി നേരിട്ട് നമുക്ക് ഏറ്റവും അടുത്ത് സർവശക്തൻ ഇറങ്ങി വരുന്ന ഈ ഒരു മാസത്തിൽ ആ ഒരു കണക്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതോടുകൂടി നമ്മളുടെ ജീവിതത്തിലെ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും അത് തരണം ചെയ്യുവാനുള്ള ഏറ്റവും നല്ലൊരു ഉപാധിയായിട്ട് നമുക്കത് മാറ്റിയെടുക്കുവാൻ പറ്റും. അതിന് ശ്രമിക്കണം. പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്, ഒരു പ്രശ്നം വന്നപ്പോൾ സർവശക്തൻ ഉണ്ടായില്ല അല്ലെങ്കിൽ എവിടെയെന്ന് നമുക്ക് തോന്നാറുണ്ട്. പ്രാർത്ഥനകൾക്ക് ഫലം കാണുന്നില്ല, എത്ര പ്രാർത്ഥിച്ചിട്ടും ദൈവമൊന്നും ചെയ്യുന്നില്ലല്ലോ. അത് ഒരു കാരണവശാലും നമ്മളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത തോന്നരുത്. സർവശക്തൻ അതിനൊരു മാർഗം കണ്ടിട്ടുണ്ട്. നാം പ്രാർത്ഥിച്ചാൽ ഒരു പക്ഷേ ഉടനെ ആയിരിക്കില്ല അതിൻ്റെ ഫലം തരേണ്ടത്. അതിൻ്റെ ഏറ്റവും നല്ല സമയത്ത് അതിനുള്ള ആ ഒരു മാർഗം അവൻ കാണും. ഒരു കഥ വായിച്ചിട്ടുണ്ട്. ഒരാൾ കടൽ തീരത്ത് കൂടി നടക്കുമ്പോൾ ദൈവം കൂടെ നടക്കുന്നു, ഒന്നിച്ച് നടക്കുന്ന ദൈവത്തിൻ്റെ കാൽപ്പാടുകൾ ഒരു ഭാഗത്ത് കാണുന്നു. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ അയാൾക്ക് ആ പ്രശ്നം ഉണ്ടായിരുന്ന സമയത്ത് അയാളുടെ കാൽപ്പാടുകൾ അല്ലെങ്കിൽ ഒരൊറ്റ കാൽപ്പാടുകൾ മാത്രമേ അയാൾ കാണുന്നു. അതുവരെ രണ്ട് കാൽപ്പാടുകൾ, ദൈവം ഒരു ഭാഗത്തും ഇയാൾ ഒരു ഭാഗത്തും നടക്കുന്നതായിരുന്നു. പിന്നെ ഒരൊറ്റ കാൽപ്പാടേ കാണുന്നു. അപ്പോൾ ഇയാൾ ദൈവത്തിനോട് ചോദിക്കുകയാണ്, ഓ മൈ ഗോഡ്, വെൻ ഐ ഹാഡ് ആൻ ഇഷ്യൂ വേർ യു? ദൈവത്തിനെ കണ്ടില്ലല്ലോ എനിക്കൊരു പ്രശ്നം ഉണ്ടായപ്പോൾ. അപ്പോൾ ദൈവം പറഞ്ഞു, ആ സമയത്ത് നീ കാണുന്ന ആ കാൽപ്പാടുകൾ അത് എൻ്റെ കാൽപ്പാടുകളായിരുന്നു. ഞാൻ നിന്നെ എൻ്റെ കയ്യിലെടുത്തിട്ട് ഞാൻ നടക്കുകയായിരുന്നു. ആ കാൽപ്പാടുകൾ നിൻ്റേതല്ല, എൻ്റെ കാൽപ്പാടുകളായിരുന്നു. അപ്പോൾ ദൈവം ഏത് സമയവും നമ്മളുടെ കൂടെ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ എപ്പോഴും നമുക്കതൊരു മനസ്സിനൊരു ശക്തിയും ഏറ്റവും വലിയൊരു കവചവുമായിട്ടുണ്ടാകും. അതിന് ശ്രമിച്ചു കഴിഞ്ഞാൽ, അത് നേടിയെടുത്താൽ നമ്മളുടെ ആരോഗ്യകരമായ ജീവിതത്തിന്, മനസ്സിൻ്റെ ആരോഗ്യത്തിന്, അതോടുകൂടി ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലൊരു അത്താണിയായിരിക്കും അതിന് നിങ്ങൾക്ക് കഴിയട്ടെ.